സർവകലാശാല സ്വകാര്യവൽക്കരണത്തിലെ സർക്കാരിൻ്റെ നയംമാറ്റം വലിയ ചർച്ചയാവും. എല്ലാവർക്കും ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം ലഭ്യമാക്കുന്നതിന് കേരളത്തിൽ വിദേശ നിക്ഷേപം അനിവാര്യമാണെന്ന് മുൻ ഉന്നത വിദ്യാഭ്യാസ കൗൺസിൽ വൈസ് ചെയർമാൻ ടി.പി. ശ്രീനിവാസൻ പറഞ്ഞു. സർക്കാരിന്റെ നയംമാറ്റത്തെ സ്വാഗതം ചെയ്യുകയാണ്. മുൻപ് ഇതേ ആശയം മുന്നോട്ട് വെച്ചപ്പോൾ തന്നെ CIA ചാരനായി വരെ മുദ്ര കുത്തിയെന്നും ടി.പി. ശ്രീനിവാസൻ മീഡിയ വണ്ണോട് പറഞ്ഞു. എനിക്ക് വളരെ സന്തോഷം. പക്ഷേ 15 വർഷം നമുക്ക് നഷ്ടപ്പെട്ടു. ഒരു ജനറേഷൻ ഓഫ് സ്റ്റുഡൻസ് സഫർ ചെയ്തു. ഏകദേശം 50,000 മലയാളി സ്റ്റുഡൻസ് പുറത്തുപോയി. ഇതൊക്കെയാണ് അതിൻ്റെ കോൺസിക്വൻസ്. അത് ഞാൻ അന്ന് തന്നെ പറയുന്നുണ്ടായിരുന്നു. നമ്മൾ ഈ വിദ്യാഭ്യാസ രംഗം പരിഷ്കരിച്ചില്ലെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ കുട്ടികൾ വെളിയിലേക്ക് പോകും എന്നുള്ളത്. അപ്പോൾ അതാണിപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. ഞാൻ അമേരിക്കയിൽ നിന്ന് വന്നതായതുകൊണ്ട് ഇതെന്തോ ഒരു അമേരിക്കൻ ഏജൻറ്റിൻ്റെ പരിപാടിയാണെന്നോ CIA ആണോ എന്നൊക്കെ അവർ പ്രചരിപ്പിച്ചു. ഞങ്ങളുടെ ബില്ല് വായിക്കുന്നവർക്കറിയാം, അതിനകത്ത് സോഷ്യൽ റിസർവേഷൻ സിസ്റ്റം പാലിക്കണം. എനി യൂണിവേഴ്സിറ്റി അവർക്ക് പണം ഇല്ലാത്തവർക്ക് സ്കോളർഷിപ്പ് കൊടുക്കണം. അതൊക്കെ അതിനകത്ത് നിബന്ധന ചെയ്തിട്ടുണ്ട്. എല്ലാം റെഡിയാണ്. അവർക്കത് വായിച്ച് നോക്കിയിട്ട് അസംബ്ലിയിലേക്ക് പ്രസൻറ്റ് ചെയ്യുന്ന ജോലിയേ ഉള്ളൂ. വേറെ അവർക്ക് എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിലും വ്യത്യാസപ്പെടുത്താം. പക്ഷേ അതിന് വേറെ ഇനിയൊരു കമ്മിറ്റിയെ വെച്ച് വേറൊരു പഠനം നടത്തി ഒക്കെ ചെയ്യാമെന്ന് പറയുമ്പോൾ സമയം എടുക്കും. യു നീഡ് ടു ഡു സംതിങ് ഇമ്മീഡിയറ്റ്ലി. KR സാജു വിവരണവുമായി ചേരുന്നു തിരുവനന്തപുരത്ത്. സാജു ഓർക്കുന്നുണ്ടാവും, ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് ഇദ്ദേഹത്തെ SFI പ്രവർത്തകർ തല്ലി താഴെ ഇടുന്നൊരു ദൃശ്യം ഇപ്പോഴും ഉണ്ട്. അന്ന് അദ്ദേഹം ആ തല്ലിയവരോട് മാപ്പ് കൊടുത്തിരുന്നു. എന്താണ് അദ്ദേഹം പറയുന്നത്? അജിംസെ, ആ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ ഓർത്തുകൊണ്ട് വേണം ഇപ്പോഴത്തെ ബജറ്റിലെ നയംമാറ്റത്തെ നമ്മൾ വീക്ഷിക്കാൻ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അന്ന് ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് കോവളത്ത് ഗ്ലോബൽ ഇൻവെസ്റ്റേഴ്സ് എഡ്യൂക്കേഷൻ മീറ്റ് നടത്തുകയാണ് ഉണ്ടായിരുന്നത്. അന്ന് ഉന്നത വിദ്യാഭ്യാസ കൗൺസിലിൻ്റെ വൈസ് ചെയർമാനായിരുന്നു ടി.പി. ശ്രീനിവാസൻ. ആ വേദിയിലേക്ക് പോകുന്ന ടി.പി. ശ്രീനിവാസനെ SFI പ്രവർത്തകർ തടയുകയും മർദ്ദിക്കുകയും ഒക്കെ ചെയ്യുന്ന ദൃശ്യങ്ങൾ അന്ന് തന്നെ വലിയ ചർച്ചയ്ക്ക് വിധേയമാക്കിയിരുന്നു. സ്വകാര്യ നിക്ഷേപം മാത്രമല്ല ഈ ബജറ്റിൽ KN ബാലഗോപാൽ വിദ്യാഭ്യാസ രംഗത്ത് ഊന്നുന്നത് എന്നുകൂടി അറിയുമ്പോഴാണ് ഏറ്റവും പ്രധാനപ്പെട്ട നയം മാറ്റം നമുക്ക് ബോധ്യപ്പെടുക. സ്വകാര്യ നിക്ഷേപം എല്ലാ മേഖലയിലും കൊണ്ടുവരിക എന്നുള്ളത് CPMൻ്റെ എറണാകുളം സംസ്ഥാന സമ്മേളനത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ അവതരിപ്പിച്ച നയരേഖയുടെ തുടർച്ചയാണ് എന്ന നില വേണമെങ്കിൽ CPMന് വിശദീകരിക്കാൻ കഴിയും. പക്ഷേ വിദേശ സർവകലാശാലകളെ കൂടി ഇങ്ങോട്ട് കൊണ്ടുവരിക എന്ന കൃത്യമായ നയം മാറ്റം ഇന്നലെ KN ബാലഗോപാൽ അവതരിപ്പിച്ച ബജറ്റിൽ ഉണ്ട്. അതിങ്ങനെയാണ് പറയുന്നത്: തുല്യതയുടെയും സുതാര്യതയുടെയും തത്വങ്ങൾ അടിത്തറയാക്കിക്കൊണ്ട് പുതിയ UGC മാർഗനിർദ്ദേശങ്ങൾ അനുസരിച്ച് കേരളത്തിൽ വിദേശ സർവകലാശാല ക്യാമ്പസുകൾ സ്ഥാപിക്കുന്നതിനുള്ള അവസരങ്ങൾ പരിശോധിക്കുമെന്ന് വിശദീകരിക്കുന്നു. അതിനുശേഷം ആവശ്യമായ എല്ലാ അംഗീകാരങ്ങൾക്കുള്ള ഏകജാല ക്ലിയറൻസ്, സ്റ്റാമ്പ് ഡ്യൂട്ടി, ട്രാൻസ്ഫർ ഡ്യൂട്ടി, രജിസ്ട്രേഷൻ ചാർജുകളിൽ ഇളവുകൾ, വൈദ്യുതിയും വെള്ളത്തിനും സബ്സിഡി നിരക്കുകൾ, നികുതി ഇളവുകൾ, മൂലധനത്തിനുമേലുള്ള നിക്ഷേപ സബ്സിഡി എന്നിങ്ങനെയുള്ള ഘടകങ്ങൾ ഇതിനുവേണ്ടിയുള്ള നിക്ഷേപക പോളിസിയുടെ ഭാഗമാക്കും എന്നുകൂടി ബാലഗോപാൽ പറയുന്നുണ്ട്. 2023 UGC മാർഗനിർദ്ദേശങ്ങളിൽ വരുത്തിയ മാറ്റത്തെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് ബജറ്റിലേക്ക് യഥാർത്ഥത്തിൽ KN ബാലഗോപാൽ വിദേശ സർവകലാശാലകളെ കേരളത്തിലേക്ക് എത്തിക്കും എന്ന കാര്യം പറയുന്നത്. യഥാർത്ഥത്തിൽ 2023 ജനുവരിയിൽ UGCയുടെ ഈ മാർഗനിർദ്ദേശത്തിനെതിരെ CPMൻ്റെ കേന്ദ്ര നേതൃത്വം തന്നെ രംഗത്ത് വന്നിട്ടുണ്ട് എന്നുള്ളതാണ് വസ്തുത. അങ്ങനെയിരിക്കെ ആ വിമർശനങ്ങൾ തിരുത്താതെ തന്നെയാണ് ഇപ്പോൾ മറ്റൊരു തിരുത്തൽ ബജറ്റിലൂടെ KN ബാലഗോപാൽ വരുത്തുന്നത് എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം.